ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് എത്തിയത്. നമ്മളൊരു ഒരു ചെറിയ ട്രിപ്പായിട്ട് ഇറങ്ങിയേക്കാണ്. സാമ്പ്രാണിക്കുടിയാണ്. അപ്പം ഇവിടുത്തെ ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിൽ. ഇച്ചിരി കൂടെ നേരത്തെ എത്തണമെന്നായിരുന്നു. അപ്പം എൻ്റെ ടൈമിങ്ങും അതിൻ്റെ ടിക്കറ്റിൻ്റെ പേരും എല്ലാം നമ്മൾ ഒന്നുകൂടി പറയുന്നത്. ടിക്കറ്റ് പെർ പേഴ്സൺ 180 രൂപ എന്നൊക്കെ പറഞ്ഞ് എടുത്തു. ഞങ്ങൾ എടുത്തു. പക്ഷേ 7 പേരോളം വേണം. അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ഒരു 5 വയസ്സിന് മേളിലോട്ടുള്ളവർക്ക് ടിക്കറ്റ് മതി. അതിന് താഴോട്ടുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. അപ്പം യേസുവിന് ടിക്കറ്റ് വേണ്ട. ഞങ്ങൾ 2 പേരുടെ എടുത്തിട്ടുണ്ട്. എന്നെ വെയിറ്റ് ചെയ്യുക. ബേസിക്കലി പറഞ്ഞാൽ ഇതാണ്ട് ഈ കാണുന്നിടത്താണ് നമ്മൾ പോയി ഇറങ്ങുന്നത്. ഇതാണ് ആ തുരുത്ത്. ഇവിടെ നോക്കുമ്പോൾ വളരെ ചെറുതായി തോന്നും, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഒരു 2 ഏക്കറിൻ്റെ തുരുത്താണ് സംഭവം. അവിടെ തൊട്ടാണ് നമ്മുടെ പോകുക. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്കുക. രാവിലെ 8:30 തൊട്ടാണ് ഇവരുടെ ആക്റ്റീവായിട്ടുള്ളത്. അതായത് 9:30 സമയം. 9:30 തൊട്ട് വൈകുന്നേരം 4:30 വരെയാണ്. തൊപ്പിക്കകത്ത് വെള്ളം കോരുവോ? എന്തിന്? മാഷ തൊപ്പിക്കകത്ത് വെള്ളം കോരുവോ? മോൻ കോരണ്ട കേട്ടോ. മാഷ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും, മോൻ കോരണ്ട കേട്ടോ. രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ പോകുന്നതാണ് നല്ലത്. 8:30 ആകുമ്പോഴത്തേക്ക്. അതാകുമ്പോൾ അധികം ക്രൗഡും കാണില്ല, വലിയ വെയിലും കാണില്ല. ദൂരെ നിന്നൊക്കെ വരുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനടുത്ത് നല്ല റെസ്റ്റോറൻറ്റ്സ് ഇല്ല. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം വരാൻ. ഏഴെട്ട് പേരായപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് സാമ്പ്രാണിക്കുടി ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ഡോട്ടിലാണ് നമ്മളെ ഇറക്കുന്നത്. ചെരുപ്പ് വേണേൽ ഇവിടെ ഊരിയിടാം, ബട്ട് ഞങ്ങളത് പ്രിഫർ ചെയ്യില്ല. കാരണം കായലായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുകയാണ്. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കുടി എത്തി. ഈ കാണുന്ന അഷ്ടമുടി കായൽ, അതിൻ്റെ നടുക്കായിട്ടാണ് നടന്നു പോകാൻ പറ്റിയൊരു സ്ഥലമാണിത്. പിള്ളേരൊക്കെ കളിക്കുന്നത് കണ്ടോ? പോകുന്നുണ്ട് ഉണ്ടോ? നോയിക്കോണേ, മീനിയെ നോയിക്കോണം കേട്ടോ. അങ്ങോട്ടല്ലേ വെള്ളത്തേക്കാണ്. ഒരാൾക്ക് 50 രൂപ കൊടുത്താൽ ഇതുപോലത്തെ ചെറിയ വള്ളത്തിൽ കയറ്റി നമ്മളെ ഈ തുരുത്ത് മൊത്തം കൊണ്ട് കാണിക്കും.
യേശുക്കുട്ടിന് എന്താ വേണ്ടത്? ഒരു യേശുവിന് എന്തെങ്കിലും ഒരു പൈനാപ്പിളോ വല്ലതും എടുക്കുക. എരിവില്ലാതെ കൊടുക്കാം. എന്തുവാടാ എന്തോ ഏതാ എനിക്ക് ലേസോ? നോക്കാം നല്ലതാണോ? ഒന്ന് തിന്നു നോക്കടാ. വേണ്ടേ? അമ്പത് കൊടുക്കരുത്. വാങ്ങാൻ വേണോ? കൊള്ളാമോ? ഇതേപോലെ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട്. കടകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിമാരൊക്കെ ഇങ്ങനെ മാങ്ങ, നെല്ലിക്ക, വീട്ടിലിട്ട കുറച്ച് സാധനങ്ങൾ, പിന്നെ സോഡ നാരങ്ങ, പൂട്ടി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണും. അതിൻ്റെ ഒരു രീതിയിലാണ് ഇവിടുത്തെയും ചെറിയ ബേസിക്കലി വെള്ളത്തിൻ്റെ നടുവിൽ നമ്മൾ നടക്കാൻ സൗകര്യം, അതിൻ്റെ അകത്ത് ഒരു റിഫ്രഷ്മെൻറ്റ് പോലെ ചെറുതായിട്ട് കഴിക്കാനും ഇച്ചിരി വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കാനോ. അതെ, ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയത് അവിടെ ബോട്ടിങ്ങിൽ കയറിയ പോലെ തന്നെ. ഇവിടെ നടന്നിറങ്ങുന്നു. അതെ, ഇവിടെ നീ കയറ്റുവാളെ കൊണ്ടോ? കൊള്ളായിരുന്നോ? അടിപൊളിയായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? സൂപ്പർ. ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കാർ പാർക്കിങ്ങിൻ്റെ ചെയ്ത സ്ഥലത്തേക്ക് എത്തുകയാണ്. പോരാനേരം ആയപ്പോഴത്തേക്ക് അവിടെ ശരിക്കും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. വലിയ ക്രൗഡായാൽ പിന്നെ ശരിക്കും ആ സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ ബെറ്റർ കം ഏർലി. ബാക്കി വ്ലോഗ് പാർട്ട് 2-ൽ. അപ്പോൾ ശരി, ബായ്.